ഓർഡർ. സമ്മേളനം അവസാനിപ്പിക്കുന്ന ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാവുന്നതാണ്. സർ, ഈ സമ്മേളനം അവസാനിപ്പിക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ 15ാം കേരള നിയമസഭയുടെ അവസാനത്തെ ദിവസമായിട്ടാണ് വരാനിട. ഈ സമ്മേളനത്തിൻ്റെ ഈ അവസാന ദിവസം വളരെ പ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമാകാനിടയുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ നിയമസഭയ്ക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 15ാം കേരള നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തര പ്രമേയമടക്കം അനവധി എന്ന് പറയത്തക്ക രീതിയിൽ ചർച്ച ചെയ്ത ഒരു സഭയാണിത്. ഈ 15ാം കേരള നിയമസഭ അതിനെല്ലാം സാക്ഷ്യം വഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ഒട്ടേറെ ബില്ലുകൾ, ഏറ്റവും ഒടുവിൽ നാറ്റിവിറ്റി, നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ഒരു വിഭാഗം ആളുകളിൽ ആശങ്ക നിലനിൽക്കുന്നൊരു കാലമാണിത്. കേരളത്തിൻ്റെ മക്കൾക്ക് ഒരാശങ്കയും വേണ്ട എന്ന് ഉറപ്പിക്കുന്നതാണ് നാറ്റിവിറ്റി ബിൽ. അവരുടെ കയ്യിൽ നാറ്റിവിറ്റി കാർഡുണ്ടാവും. ആർക്കും അത് നിഷേധിക്കാനാകില്ല. ഇവിടെ എല്ലാ തരത്തിലും സുരക്ഷിതം. നമ്മുടെ നാട് എപ്പോഴും സുരക്ഷിതമാണ്. പക്ഷേ ആ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചരിത്രപ്രസിദ്ധങ്ങളായ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സർ. പക്ഷേ എല്ലാം കൂടി ചേരുന്നതാണല്ലോ ഈ സഭ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ. സർ, ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ പ്രധാനമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്തുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ ഇവിടെ പ്രതിപക്ഷം ക്രിയാത്മകമായ പ്രതിപക്ഷമല്ല എന്നുള്ളതാണ്. സർ, ചർച്ചയെ ഭയപ്പെടുന്നൊരു പ്രതിപക്ഷമാണിത്. സർ, ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് നമ്മളിരിക്കുന്നത്. ഈ സമ്മേളനം എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഒരു സമ്മേളനമാണ്. സാധാരണ നിലയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ അങ്ങ് ശ്വാസം മുട്ടിക്കുമാറുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എല്ലാം സഭയിൽ ഉന്നയിക്കേണ്ട ഒരു ഘട്ടമാണ്. സ്വാഭാവികമായിട്ട് ഉന്നയിക്കും. പക്ഷേ സർ, ഇവിടെ ഗവൺമെൻറ്റിനെ പറ്റി എന്ത് ആരോപണം ഉന്നയിക്കുക, എന്ത് ആക്ഷേപം ഉന്നയിക്കുക? അപ്പോൾ അത്തരത്തിലൊന്നും ഉന്നയിക്കാനില്ല എന്നുള്ളത് കൊണ്ട് അവർ പൂർണ്ണമായി തന്നെ സഭ ബഹിഷ്കരിക്കുന്ന നിലയാണുണ്ടായത്. നമ്മൾ ഇതുപോലുള്ള ഒരു സമ്മേളനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഘട്ടമാണ് നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ളത്. അതിൽ അവസാന ദിവസം ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതൊഴിച്ചാൽ ബാക്കി ദിവസങ്ങളൊക്കെ ഒഴിവായിരുന്നല്ലോ. നയപ്രഖ്യാപന പ്രസംഗം മാത്രമല്ല, ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച വളരെ വിശദമായ ചർച്ചയല്ലേ നടക്കുക. ആ ചർച്ചയിൽ നമ്മുടെ പ്രതിപക്ഷത്തെ കാണാൻ പറ്റിയില്ലല്ലോ, പ്രതിപക്ഷം ഉണ്ടായില്ലല്ലോ. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും? സർ, ഒരു സമ്മേളന കാലയളവിൽ
അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷത്തെ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണ അടിയന്തര പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ ചാട്ടുളി പോലെ ഭരണപക്ഷത്തിന് നേരെ, ഗവൺമെൻറ്റിന് നേരെ വലിയ ആക്രമണമായിട്ട് വരുന്നൊരു കാര്യമല്ലേ? ഇവിടെ അതിന് ധൈര്യം ഉണ്ടായോ? പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായോ? കാരണം അവതരിപ്പിച്ചാൽ അതിനെല്ലാം മറുപടി കിട്ടുമല്ലോ. അതിനെ ഭയപ്പെടുകയല്ലേ? ചർച്ചയെ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷം. സർ, നമ്മുടെ അവസാന സമ്മേളനമാകുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരെ, മന്ത്രിമാർക്കെതിരെ എല്ലാം എഴുതിക്കൊടുത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുമല്ലോ. കാരണം നേരെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിനെ വല്ലാതെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാവുകയില്ല. ഏതെങ്കിലും ഒരു ചെറിയ ആരോപണമെങ്കിലും ഈ സഭയിൽ ഉന്നയിക്കാൻ അവർക്ക് കഴിയും. ഇത് നമ്മുടെ പ്രതിപക്ഷം എത്ര കണ്ട് നിലവിലുള്ള വസ്തുതകളെ ഭയപ്പെടുന്നു എന്നല്ലേ? ഏത് തരത്തിലൊക്കെയാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ്റിനെ ഏറ്റവും അധികം വിഷമിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നാട്ടിലാകെ വലിയ പ്രചരണമൊക്കെ നടത്തുമ്പോൾ അതെല്ലാം കൂടി സഭയിൽ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെ അലക്കുക, ഗവൺമെൻറ്റിനെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് മൂടുക, അതിനൊക്കെ പറ്റി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ നേരത്തെ പറഞ്ഞു, സഭയിൽ അവിശ്വാസ പ്രമേയം ഇത്തവണ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞു, അതിന് വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. സാർ, ഇവർ വസ്തുതകളെ ഭയപ്പെടുകയല്ലേ? അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമല്ലോ. അപ്പം അതിനെ ഭയപ്പെടുകയല്ലേ? കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ ഭയപ്പെടുകയല്ലേ? സർക്കാർ ഇതേവരെ ചെയ്ത കാര്യങ്ങൾ ഭയപ്പെടുകയല്ലേ? ഇങ്ങനെ ചർച്ചയെ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷം, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർ, അതോടൊപ്പം ഇതുപോലെ വികസന വിരുദ്ധരായൊരു പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? സർ, നമ്മളെല്ലാം നാടിൻ്റെയും ജനങ്ങളുടെയും ഉന്നമനല്ലേ ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടിയല്ലേ നിലകൊള്ളേണ്ടത്? കേരളത്തിലെ പ്രതിപക്ഷം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ കാലയളവ്, ഇപ്പോൾ 15ാം കേരള നിയമസഭയുടെ കാലയളവ്, ഈ കാലയളവിൽ കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? അതവരാഗ്രഹിച്ചിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വികസന പദ്ധതികളെയും എതിർക്കാനല്ലേ തയ്യാറായിട്ടുള്ളത്? സർ, ഇവിടെ വികസനം യഥാർത്ഥ രീതിയിൽ നടപ്പാക്കണമെങ്കിൽ അതിനാവശ്യമായ പണം വേണമല്ലോ. നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ പരിമിതി വെച്ച് ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ് എന്ന നിലക്കാണ് കിഫ്ബിയെ നമ്മൾ പുനർജീവിപ്പിച്ചത്. എന്തായിരുന്നു കിഫ്ബിയോടുള്ള മനോഭാവം? ആ കിഫ്ബിക്കെതിരെയുള്ള എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്? ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ പദ്ധതികൾ പ്രതിപക്ഷ MLA-മാർക്കും താല്പര്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ മൊത്തം പദ്ധതിയെ അനുകൂലിക്കുന്ന നിലയുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ കിഫ്ബിക്ക് അനുകൂലമായി വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? കിഫ്ബിയെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടി, കേരള ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നിലപാട് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ
പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന നിലപാടാണ് തുടർച്ചയായി ഇവിടെ പ്രതിപക്ഷം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എല്ലാ പദ്ധതിയെയും എതിർക്കുകയല്ലേ, ഒരു പദ്ധതിയെയും അനുകൂലിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോൾ വേണ്ട എന്നാണ്. സർ, ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? LDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. LDF അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനം വേണ്ട. സർ, LDF ആയിരുന്നില്ല അധികാരത്തിലെങ്കിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനം പൂർത്തിയാകുകയാണല്ലോ. ആ നാഷണൽ ഹൈവേ വികസനം പൂർത്തിയാകുമായിരുന്നോ? ആ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയല്ലേ അത് നടക്കുമായിരുന്നോ? തുടക്കം കുറിക്കുമായിരുന്നോ? സർ, ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി. അത് LDF ആയതുകൊണ്ടല്ലേ. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ ഹൈവേ ആയിരുന്നല്ലോ എടമൺ കൊച്ചി പവർ ഹൈവേ. അത് LDF അല്ലായിരുന്നെങ്കിൽ പൂർത്തിയാകുമായിരുന്നു. സർ, നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മലയോര ഹൈവേ, തീരദേശ ഹൈവേ LDF അല്ലായിരുന്നെങ്കിൽ ആ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ? ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങാൻ പോകുന്ന, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ജലപാത ആ നിലയിലേക്ക് എത്തിയത് LDF ആയതുകൊണ്ടല്ലേ. സർ, നമ്മുടെ നാട്ടിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർന്നുപോയത് ആയിരുന്നില്ലേ? ഇന്ന് കേരളം ഇന്ത്യ രാജ്യത്തിന് അഭിമാനിക്കാവുന്നൊരു സംസ്ഥാനമായി പൊതുവിദ്യാഭ്യാസ കാര്യത്തിൽ നിൽക്കുകയല്ലേ. അത് LDF ആയതുകൊണ്ടല്ലേ. ആരോഗ്യരംഗം 2016 തകർന്നു പോയതായിരുന്നില്ലേ? ഇന്ന് ലോകം തന്നെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നൊരു സംസ്ഥാനമായി കേരളം മാറിയില്ലേ? അത്തരം നേട്ടങ്ങളല്ലേ നമ്മൾ നേടുന്നത്? അത് LDF ആയതുകൊണ്ടല്ലേ. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. സർ, അത് LDF ആയതുകൊണ്ടല്ലേ. വ്യാവസായിക രംഗം, നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു. തുടർച്ചയായി 1-ാം സ്ഥാനം നേടുന്നു. അത് LDF ആയതുകൊണ്ടല്ലേ. സർ, ഇതൊക്കെ ആലോചിക്കാൻ കഴിയുമോ ഈ പ്രതിപക്ഷത്തിന്? പ്രതിപക്ഷത്തിന് അങ്ങനെയൊരു കാര്യങ്ങൾ നീക്കാൻ കഴിയുമോ? സർ, നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. LDF ആയതുകൊണ്ടല്ലേ. നേരത്തെ തകർന്നു കിടക്കുകയായിരുന്നില്ലേ? സർ, നമ്മുടെ സംസ്ഥാനത്ത് പാലുൽപാദനം ഏറെക്കുറെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നു. LDF ആയതുകൊണ്ടല്ലേ. എന്തെല്ലാം മാറ്റങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ. ഇതൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ അനുകൂലിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? സർ, ഏറ്റവും പ്രധാനം നാടിനോടൊപ്പം നിൽക്കണ്ടേ, കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തണ്ടേ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. എത്രമാത്രം വിവേചനപരമായിട്ടാണ് കേരളത്തോട് പെരുമാറിയത്. സർ, നമ്മുടെ സംസ്ഥാനം വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നല്ലോ. ഏതെല്ലാം തരം ദുരന്തം? ഓക്കി, 2018 മഹാപ്രളയം, 19 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ കോവിഡ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല. ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ സഹായം നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായോ? അങ്ങേയറ്റം കുറ്റകരമായ നിലപാടല്ലേ സ്വീകരിച്ചത്. ആ കുറ്റകരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെതിരെ നിൽക്കണ്ടേ? കേരളത്തിൻ്റെ ആവശ്യമല്ലേ? കേരളം തകർന്നു പോവുകയല്ലേ? ആ തകരാതെ രക്ഷിക്കണ്ടേ കേരളത്തെ? എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നുകൊണ്ടല്ലേ അതിന് ശ്രമിക്കേണ്ടത്. ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ പ്രതിപക്ഷത്തിന് നിൽക്കാൻ കഴിഞ്ഞോ?
നമ്മുടെ പ്രതിപക്ഷം ആ ഘട്ടത്തിലും സർക്കാരിനെ കുറ്റപ്പെടുത്താനല്ലോ നോക്കിയത്. കേന്ദ്ര ഗവൺമെൻറ് ന്യായങ്ങളോടൊപ്പാണല്ലോ നിന്നത്. നമ്മുടെ പാർലമെൻറ്റിൽ അണിനിരന്നിട്ടുള്ള UDF-ൻ്റെ MP-മാർക്ക് അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ കഴിഞ്ഞോ? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കേരളത്തെ അവഗണിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റിയോ? കേരളത്തിന് അർഹമായത് ചോദിക്കാൻ കഴിഞ്ഞോ? എന്തേ അവരുടെ നാക്ക് അനങ്ങാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് വരുന്നത്? സർ, ഇത് നമ്മുടെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട സഹായത്തിൻ്റെ കാര്യമാണെങ്കിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒട്ടേറെ നടപടികളാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടായത്. അതിലൊന്ന്, നമുക്ക് ഒരു സംസ്ഥാനമെന്ന നിലക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം ന്യായമായത് ലഭിച്ചോ? അർഹതപ്പെട്ടത് നിഷേധിച്ചില്ലേ? ജനസംഖ്യാനുപാതികമായിട്ട് പോലും തന്നില്ലാലോ. ശബ്ദിക്കണ്ടേ? ഈ സംസ്ഥാനത്തുള്ളൊരു മുന്നണി ശബ്ദിക്കാൻ തയ്യാറാകണ്ടേ? സർ, 2016 വരെയുള്ള അനുഭവം എടുത്താൽ 1980 ശേഷം മാറി മാറി അധികാരത്തിൽ വന്നൊരു മുന്നണിയാണല്ലോ ഇത്. അതിന് മുൻപുള്ള കാലം എടുത്താൽ കുറേ അധികം കാലം അധികാരത്തിലിരുന്നൊരു മുന്നണിയാണല്ലോ അത്. ഈ കേരളത്തിൽ നിരവധി കാലം അധികാരത്തിലിരുന്ന ഒരു മുന്നണിക്ക് കേരളത്തിൻ്റേതായ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാൻ പറ്റുന്നില്ല. കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോൾ അതിൽ ശബ്ദിക്കുന്നില്ല. സർ, LDF-നോടുള്ള രാഷ്ട്രീയ വിരോധം വെച്ച് നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാവൂ? അതിനല്ലേ തയ്യാറായത്? നമ്മുടെ സംസ്ഥാനത്തിന് സ്വാഭാവികമായി എടുക്കാനുള്ള കടം, ആ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത്. നമ്മളെന്തോ ഭീമമായ കടക്കണിയിലാണെന്ന് വരുത്താനാണല്ലോ ശ്രമം. വസ്തുതയാണോ അത്? നുണയല്ലേ അത്? നമ്മുടെ വിഭവശേഷി വെച്ചാൽ, നാം വരുത്തിയ വർധന വെച്ചാൽ നല്ല മികവാർന്ന നിലയിലല്ലേ കേരളം നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ ഭീമമായ കടമുള്ളവരല്ലല്ലോ. പക്ഷേ നമ്മുടെ കടം വെട്ടിക്കുറച്ചപ്പോൾ അതിനെതിരെ അക്ഷരം സംസാരിക്കാൻ തയ്യാറില്ല. സംസ്ഥാനത്തിൻ്റെ വിഹിതം സംസ്ഥാനവും കേന്ദ്രവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളിൽ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? കേരളത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഇവിടെ പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചോ? സർ, 2016 നിയമം മോഡലും 2025 കരുവന്നൂർ മോഡലും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നീക്കല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്തത്. ഏതെങ്കിലും ഒരു പ്രതിപക്ഷം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമോ? സർ, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു. കേരളത്തിൽ പ്രതിഷേധം ഉയർന്നു, രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധം ഉയർന്നു. ഭരണപക്ഷമെന്ന നിലക്ക് ഞങ്ങൾ അഭ്യർത്ഥിച്ചല്ലോ പ്രതിപക്ഷത്തോട്, നിങ്ങളും കൂടി സഹകരിക്കണം. സഹകരിക്കാൻ തയ്യാറായോ? എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത്? എന്താണ് ഇവരെ വിലക്കുന്നത്? കേരളത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ പറ്റണ്ടേ? ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇതല്ലേ കേരളത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നില്ല. സർ, ഇവിടെ നമ്മൾ കാണേണ്ടത് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്ന RSSൻ്റെ മനസ്സിന്
ചെറിയ തോതിലുള്ള വിഷമമുണ്ടാക്കുന്ന കാര്യം പോലും ചെയ്യാൻ കേരളത്തിലെ UDF തയ്യാറല്ല. സർ, എത്ര പരിഹാസ്യമായ നിലയാണ് കഴിഞ്ഞ 12-ാം തീയതി നടന്നത്. 12-ാം തീയതി രാജ്യമാകെ പണിമുടക്കി. എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കൂടിയാണ് പണിമുടക്കിയത്. എന്തേ കേരളത്തിൽ കോൺഗ്രസും UDFും അവരുടെ തൊഴിലാളി സംഘടനകളോട് മാറി നിൽക്കാൻ പറഞ്ഞത്? കേരളം വിട്ടാൽ ലോഹിച്ച പണിമുടക്ക്, കേരളത്തിൽ സഹകരിക്കാൻ പാടില്ല. സർ, ഇവിടെയാണ് BJPക്കും RSSനും മനസ്സിന് നേരിയ മുഷിയൽ പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഉണ്ട് എന്നത് നാം കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. 5 ലക്ഷം വീട് നമ്മുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയായതിൻ്റെ പ്രഖ്യാപനം. നാടാകെ സന്തോഷിക്കുന്ന ഘട്ടമാണല്ലോ. സർ, ആ ലൈഫ് പദ്ധതിയെപ്പോലും നേർത്തവരല്ലേ നിങ്ങൾ? അതിനെപ്പോലും നേർത്തു കളഞ്ഞില്ലേ? 2021 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ UDF കൺവീനറല്ലേ പരസ്യമായി പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ലൈഫ് പദ്ധതി റദ്ദാക്കുമെന്ന്. എന്താണ് നിങ്ങളുടെ മുൻഗണന? നിങ്ങളുടെ മുൻഗണന ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായുള്ള മുൻഗണനയാണ്. ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായുള്ള മുൻഗണന കോർപ്പറേറ്റുകൾക്കാണ്. പാവപ്പെട്ടവരെ അതിൻ്റെ ഭാഗമായി പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം തന്നെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമായി മാറിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നയം ഞങ്ങൾ LDF നടപ്പാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായത്. LDF അല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമോ? സർ, അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം കേരളം നടത്തുന്നതിന് മുൻപ് അതിന് ശേഷം ഏതെങ്കിലും ഒരു സംസ്ഥാനം അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് പോയി അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്, തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്നത്. ജനങ്ങളെ, പാവപ്പെട്ടവരെ, അവരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായി LDF കാണുന്നത്. അത് ഇവർക്ക് കാണാൻ സാധിക്കുമോ? സർ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണല്ലോ പ്രവാസികൾ. കേരളത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ആര് പറയുമ്പോഴും ഭൂപരിഷ്കരണത്തിൻ്റെ പങ്ക് പറയും, പ്രവാസികളുടെ പങ്കിനെക്കുറിച്ചും പറയും. സർ, ആ പ്രവാസി സഹോദരങ്ങൾ എത്രമാത്രം അഭിമാന വിജൃംഭിതരായി നമ്മൾ കേരള സഭ രൂപീകരിച്ചപ്പോൾ. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംഭവം, അവരുടെ പ്രതിനിധികളും നിയമസഭാംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളും എല്ലാം കൂടിയുള്ളൊരു സഭ. സർ, എന്തൊരു മനോഭാവമാണ് UDF കാണിച്ചത്. ഈ കഴിഞ്ഞ കുറേ സമ്മേളനങ്ങൾ അവർ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്താണ് അവരുടെ പ്രവാസികളുള്ള മനോഭാവം? പ്രവാസി സഹോദരങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് നാം കാണുന്നത്. സർ, സർക്കാരിനെതിരെ വസ്തുതകളൊന്നും അവതരിപ്പിക്കാനില്ല, അതുകൊണ്ട് നിയമസഭയിൽ നുളിച്ചോടുന്നു. പക്ഷേ നുണകൾ അവതരിപ്പിക്കാൻ ആരുടെയും സമ്മതം വേണ്ടാലോ. വ്യാപകമായ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായാണ് നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ. നേരത്തെ ബഹുമാനായ ധനമന്ത്രി SIR-നെ പറ്റി പറഞ്ഞില്ലേ? കേരള ഗവൺമെൻറ്റാണ് SIR നടപ്പാക്കുന്നതല്ലേ പറഞ്ഞത്. സർ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ആ പൗരത്വ രജിസ്റ്റർ NPR, ആ കാര്യത്തിൽ നമ്മൾ മാത്രമല്ലേ ഈ സംസ്ഥാനത്ത് അത്തരമൊരു രജിസ്റ്റർ ഉണ്ടാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം. ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്തിന് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ? സർ, അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമല്ലേ LDF-ന്.
ഒരു തരത്തിലുള്ള ഉദാസീനതയുമില്ലാലോ. പൂർണ്ണമായും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ LDF സ്വീകരിച്ചു വന്ന നിലപാടുകളുണ്ടല്ലോ. അത് ന്യൂനപക്ഷങ്ങളെ കൈയൊഴിയലല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുയരുന്ന ഘട്ടത്തിൽ ആ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന സമീപനമല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? സർ, അതുകൊണ്ടല്ലേ ഈ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എല്ലാ വർഗീയ ശക്തികളെയും ഒരേ തരത്തിലാണ് കാണുന്നത്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. ആ സമീപനം സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയോ? അവരതിൻ്റെ കൂടെ ചാരി നിൽക്കുകയല്ലേ? ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ചാരി നിൽക്കുകയല്ലേ? ഏതെങ്കിലും ഒരു വർഗീയതയുടെ കൂടെ ചാരി നിന്നാൽ വർഗീയ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? വർഗീയതയെ വർഗീയതയായി കണ്ടുകൊണ്ട് നേരിടണം. അതുകൊണ്ടാണ് ഈ 10 വർഷക്കാലം തികഞ്ഞ ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. സർ, വർഗീയ സംഘർഷം മാത്രമല്ല, ചില മതവിഭാഗങ്ങളിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ മേലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന് ഏതെല്ലാം തരത്തിലുള്ള ശമനം വന്നു, എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായി വരുന്നുണ്ടോ? സർ, അതൊക്കെ LDFൻ്റെ പ്രത്യേകതയാണ് എന്ന് നാം കാണണം. അപ്പോൾ അത്തരം കാര്യങ്ങളെ വക്രീകരിക്കാൻ നുണകൾ പ്രചരിപ്പിക്കുക. യാഥാർത്ഥ്യം നാട്ടുകാരുടെ മുന്നിലെത്തുമ്പോഴേക്ക് നുണ നല്ലതുപോലെ വ്യാപിച്ചു കഴിയുമല്ലോ. സത്യം ചെരിപ്പിടുമ്പോഴേക്ക് നുണ ലോകം ചുറ്റിക്കഴിയുന്നല്ലേ ഒരു ചൊല്ല്. അതിന് വരെ ഗീബൽസിനെ തോപ്പിച്ചിരിക്കുകയാണ്. ഗീബൽസിനേക്കാളും മിടുക്കരായി മാറിയിരിക്കുന്നു. ആ തരത്തിലാണ് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു ഉദാഹരണം SIR പറഞ്ഞത്. സർ, ഞങ്ങൾ നുണകളിയൊന്നും ആശ്രയിക്കുന്നവരല്ല. ഞങ്ങൾക്ക് വസ്തുതകളാണ് പ്രധാനം. ആ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നാടിനെ ഏതെല്ലാം രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. തികഞ്ഞ സംതൃപ്തി ഈ 15ാം കേരള നിയമസഭയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാലാകാവുന്ന വിധം നാടിനെ നല്ല രീതിയിൽ ഉയർത്താനും വളർത്താനും സാധിച്ചിട്ടുണ്ട് എന്ന സംതൃപ്തി തന്നെയാണുള്ളത്. ആ സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം ഞാൻ അവതരിപ്പിക്കുകയാണ്. സർ, സഭ മുൻപാകെ മറ്റ് അത്യാവശ്യ ബിസിനസ്സുകളൊന്നും ഇല്ലാത്തതിനാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാവുന്നതാണ്. താങ്ക് യു.